ഭാരതീയ റെയിലിൻ്റെ സുന്ദരമായ പാതകളിലൊന്നാണ് കൊങ്കൺ റെയിൽപാത. വടക്കേ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലേക്കാണ് നമ്മുടെ മിഷൻ യാത്ര. ദീർഘദൂര യാത്രകൾക്ക് ഇന്ന് ഏറ്റവും സുരക്ഷിതവും വേഗമേറിയതുമായ മാർഗമായി മാറിക്കഴിഞ്ഞു ട്രെയിൻ യാത്ര. വടക്കേ ഇന്ത്യയിലുള്ള മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ചറിയാൻ നാം പോകുന്നത് ചരിത്രപ്രസിദ്ധമായ ഝാൻസിയിലേക്കാണ്. മിഷന്റെ ഈ യാത്രാമധ്യയാണ് ഈ ഇരിക്കുന്ന പാപ്പച്ചൻ ചേട്ടനെ പരിചയപ്പെടാനിടയായത്. ഇദ്ദേഹം ഈ ട്രെയിനിലെ AC ടെക്നീഷ്യനാണ്. പരിചയപ്പെട്ടപ്പോൾ തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയും ദൈവവിശ്വാസിയുമാണെന്ന് മനസ്സിലായി. മിക്കവാറും ദീർഘദൂര ട്രെയിനുകളിലെ ഡ്യൂട്ടി ആയതിനാൽ മിക്കപ്പോഴും ഇദ്ദേഹം യാത്രയിലായിരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഷാലോം TV-യിൽ നിന്നാണ് വരുന്നതെന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹം വാചാലനായി. ഞാൻ ഈ ട്രെയിനിലെ AC ടെക്നീഷ്യനാണ്. 94-ലാണ് ഞാൻ ഷാലോമായിട്ട് പരിചയപ്പെടുന്നത്. കുളത്തൂരിൽ ധ്യാനത്തിന് വന്നപ്പോഴാണ് ഈ ഷാലോം ടൈംസുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അത് കുളത്തൂർ ധ്യാനത്തിന് വന്നപ്പോഴേക്കും അത് വർക്കേഷനായിരുന്നു ധ്യാനം നടത്തിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഷാലോം ടൈംസാണ് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. ഷാലോം ടൈംസ് ആദ്യമായിട്ട് അതിൽ വളരെയേറെ എന്നെ ആത്മീയമായി സ്പർശിക്കുന്ന കാര്യങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സൺഡേ ഷാലോം ഇറങ്ങിയത്. എനിക്ക് ഏതെങ്കിലും വണ്ടി വർക്ക് ചെയ്ത് പോകുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാലോം ടൈംസും ഞാൻ കൂടെ കൊണ്ടുപോകാറുണ്ട്. കാരണം അതിൽ ഷെവലിയർ ബെന്നി പുന്നത്തറയുടെ എഡിറ്റോറിയലാണ് ഞാൻ ആദ്യമായിട്ട് കൈ കിട്ടുമ്പോഴേ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ജോസഫ് മൈലിൻ അച്ഛൻ്റെ ആത്മീയമായിട്ടുള്ള എഴുത്തുകളൊക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് പോകുമ്പോൾ ഈ ഷാലോമാണ് എനിക്ക് യഥാർത്ഥത്തിൽ കൂട്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഷാലോമിലൂടെ ഒരുപാട് അറിവുകളും നമുക്ക് ആത്മീയമായിട്ട് ഒരുപാട് അറിവുകൾ നമ്മൾ ഉന്നതിയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. മാനസികമായി ഉയരാനും ആത്മീയമായി ഉയരാനും ഒക്കെ ഈ ഷാലോം എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. എവിടെ പോയാലും, അതായത് വണ്ടിയിൽ എവിടെ പോയാലും ഈ ഷാലോം എപ്പോഴും എൻ്റെ കൂട്ടാളിയായിരിക്കും. വർഷങ്ങൾക്ക് മുൻപാണ് തൊഴിലിൻ്റെ തിരക്കുകൾ ഒഴിയുന്ന വേളകളിൽ ഇദ്ദേഹം ഇതുപോലെയുള്ള വിശ്വാസാധിഷ്ഠിത ലേഖനങ്ങൾ വായിച്ചു തുടങ്ങിയത്. അത് ജീവിതത്തിന് അനുഗ്രഹപ്രദമാണെന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ വായന ഒരു ശീലമാക്കി മാറ്റി. ഇതിൽ നിന്നും ലഭിക്കുന്ന ബോധ്യങ്ങൾ കുടുംബത്തിനും സഹയാത്രികർക്കും പകർന്നു കൊടുക്കുന്നതിൽ ഇദ്ദേഹം ആനന്ദം കണ്ടെത്തുന്നതായി പറഞ്ഞു. സധൈര്യം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. നാം ഇപ്പോൾ ഝാൻസിയുടെ പ്രവിശ്യയിൽ കടന്നിരിക്കുകയാണ്. സാഹസികതയുടെയും ധീരതയുടെയും ഒരു അന്തരീക്ഷം തന്നെ യാത്രാവേളയിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നു. സ്വതന്ത്ര ഭാരതത്തിനായി ആദ്യമായി ഐതിഹാസികമായ ചലനങ്ങൾ രാജ്യത്തിലുടനീളം അലയടികൾ സൃഷ്ടിച്ച മുഖ്യ പ്രഭവ കേന്ദ്രമാണ് ഝാൻസി. ധീരവനിതയായ ഝാൻസി റാണിയുടെ സ്വന്തം നാട്. ഉത്തർപ്രദേശിലെ ബുന്ദേൽഖണ്ഡ് എന്ന മേഖലയിലാണ് ചരിത്ര പ്രാധാന്യമേറിയ ഝാൻസി സ്ഥിതി ചെയ്യുന്നത്. ചരിത്രത്തെ ആദരിക്കുന്ന രീതിയിലുള്ള നിലപാട് തന്നെയാണ് രാജ്യം ഈ പ്രദേശത്തിന് നൽകിയിരിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രമുഖമായ ഒരു കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഝാൻസിയിലാണ്.
ഈ പ്രദേശം ലോകശ്രദ്ധ പിടിച്ചുപറ്റാൻ കാരണമായ ആ ധീര വ്യക്തിത്വത്തെ ബഹുമാന പുരസ്സരം രാഷ്ട്രം ഇന്നും ചരിത്രത്താളുകളുടെ മുൻപന്തിയിൽ അവതരിപ്പിക്കുന്നു. ഝാൻസി കി റാണി. റാണി ലക്ഷ്മിബായി. മറാത്ത സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഝാൻസിയിലെ രാജ്ഞിയായിരുന്നു ലക്ഷ്മിബായി. വിത്തൂറിലെ പേർഷ്വ കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന പിതാവിന്റെ സ്വാധീനത്താൽ അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെക്കാൾ പ്രാപ്തിയുള്ളവളായാണ് ലക്ഷ്മി വളർന്നു വന്നത്. സ്വയം പ്രതിരോധവും കുതിരസവാരിയും അസ്ത്രവിദ്യയും അവൾ ചെറുപ്പത്തിൽ തന്നെ സ്വായത്തമാക്കി. കൊട്ടാരത്തിലെ മറ്റു പെൺകുട്ടികളെ കൂട്ടി അവൾ ഒരു ചെറിയ പട തന്നെ രൂപീകരിക്കുകയുണ്ടായി. 1842 ലക്ഷ്മിക്ക് 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഝാൻസിയിലെ രാജാവായിരുന്ന രാജാ ഗംഗാധർ റാവു ദിവാകർ അവളെ വിവാഹം ചെയ്തു. 1851 കടിഞ്ഞൂൽ പുത്രനായ ദാമോദർ റാവുവിന് ജന്മം നൽകിയെങ്കിലും 4 മാസത്തിനുള്ളിൽ ദാമോദർ മരണമടഞ്ഞു. മകന്റെ വേർപാടിൽ നിന്നും കരകയറുവാൻ ഗംഗാധർ റാവുവിന് സാധിച്ചില്ല. 1853 നവംബർ 21 അദ്ദേഹം അന്തരിച്ചു. ഈ ദുര്യോഗം മുതലെടുത്ത് ഝാൻസിയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലാക്കുവാൻ അന്നത്തെ ഗവർണർ ജനറലായ ലോർഡ് ഡൽഹൌസി കരുക്കൾ നീക്കി. 1854 60,000 രൂപയുടെ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ട് ഝാൻസിക്കോട്ട വിട്ടുപോകാൻ ലക്ഷ്മിബായിയോട് ഉത്തരവിട്ടു. എന്നാൽ രാജ്യം ബ്രിട്ടീഷുകാർ കടിയറ വയ്ക്കുവാൻ ലക്ഷ്മിബായി തയ്യാറായില്ല. ഝാൻസിയുടെ സംരക്ഷണത്തിനായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സൈന്യം റാണിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. മെയ് 10 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം മീററ്റിൽ ആരംഭിച്ചു. ആ സമരത്തിന്റെ അലയടികൾ ഇന്ത്യയൊട്ടാകെ പടർന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് റാണി എന്നും വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. 1858 മാർച്ച് 23 സർ ഹ്യൂ റോസിന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം ഝാൻസിയിലെത്തി. അതോടെ ബ്രിട്ടീഷുകാരോടുള്ള ലക്ഷ്മിബായിയുടെ നിലപാടിൽ മാറ്റം വന്നു. കൽപ്പിയിലേക്ക് മാറി താമസിച്ച റാണി അവിടെ വെച്ച് താന്തിയ തോപ്പെ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഒത്തുചേർന്നു. എണ്ണത്തിലും സാങ്കേതിക മികവിലും മുന്നിട്ട് നിന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് വിമത നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയത്. അവസാനം 1858 ജൂൺ 17 ഗ്വാളിയാറിനടുത്ത് ബ്രിട്ടീഷ് സൈന്യവുമായി നടന്ന ഏറ്റുമുട്ടലിൽ റാണി കൊല്ലപ്പെടുമ്പോഴേക്കും ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഏടായി 1ാം സ്വാതന്ത്ര്യ സമരം മാറിയിരുന്നു. 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ സർ ഹ്യൂ റോസ് ഇപ്രകാരം കുറിച്ചിരിക്കുന്നു: സൗന്ദര്യം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ധീരത കൊണ്ടും വ്യതിരക്തമായ റാണി ലക്ഷ്മിബായി ആയിരുന്നു വിമത നേതാക്കളിലെ ഏറ്റവും അപകടകാരിയായ പോരാളി. ഝാൻസി മിഷൻ. ചരിത്ര പ്രസിദ്ധിയുള്ളതും ഝാൻസി റാണിയുടെ നഗരവുമായ ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഝാൻസി മിഷൻ. ഈ രൂപതയുടെ ചരിത്രം പറയുമ്പോൾ അത് 3 ഭാഗങ്ങളായിട്ട് വിഭജിക്കുവാൻ സാധിക്കും. 1929 മുതൽ 1954 വരെയും 1954 മുതൽ 1999 വരെയും 1999 മുതൽ ഇന്ന് വരെയുമുള്ള ചരിത്രമാണ്
ഈ ഝാൻസി രൂപതയുടെ ചരിത്രത്തിൽ 3 ഐതിഹാസികമായ വിഭാഗങ്ങൾ. ആദ്യത്തെ വിഭാഗത്തിൽ മിഷണറിമാർ 1929 ബൊളോഞ്ഞയിൽ ജോലിയെടുക്കുന്ന, കപ്പുച്ചിൻ ആശ്രമത്തിൽ ജോലിയെടുക്കുന്ന അച്ഛന്മാർ ഇവിടെ വന്ന മിഷണറികളായിട്ട് ജോലി നോക്കുന്ന ആദ്യ ഭാഗമാണ്. 1949 ഒരു എക്സാർക്കേറ്റായിട്ട് ഈ ഝാൻസി രൂപതയെ അഭിവന്യ പാപ്പ അതിനെ ഉയർത്തിയതും അതിനുശേഷം 1954 ഈ 12 ഡിസ്ട്രിക്റ്റുകളെയും ഒത്തൊരുങ്ങി ഒരു രൂപത കെട്ടിപ്പടുത്തുകയും ആ രൂപതയുടെ ആദ്യത്തെ പിതാവായിട്ട് അഭിവന്യ ഫ്രാൻസിസ് ഫെനക് OFM ക്യാപ്പിനെ നിയമിക്കുകയും ചെയ്തു. മിഷണറിയായിട്ട് ആദ്യമായിട്ട് അഭിവന്യ പിതാവിനെ സേവനം ചെയ്യുവാനായിട്ട് 10 പുരോഹിതന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 10 പുരോഹിതന്മാരോടുകൂടി 14 ഡിസ്ട്രിക്റ്റുകളിൽ ജോലി ചെയ്യേണ്ട കടമയും മിഷണറി ജോലി ചെയ്യേണ്ട കടമയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം തൻ്റെ മഹത്തായ ഒരു കർമ്മം സെയിൻറ്റ് ജൂഡ് ഷ്രൈൻ കെട്ടിപ്പടുത്തുകയും അതിലെ ഭക്തി വളർത്തുകയും ചെയ്യുവാനായിട്ട് കിടഞ്ഞു പരിശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് അടുത്തു തന്നെ ഒരു സ്ഥലം വാങ്ങി അവിടെ ഒരു പള്ളി പണിയുകയും അതിൻ്റെ ഭക്തി വളർത്തുവാനായിട്ട് ലോകമെമ്പാടും അതിനെ പ്രചരിപ്പിക്കുകയും അവിടെ നിന്ന് ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ പള്ളി കെട്ടിപ്പടുത്തുകയും ചെയ്തു. നമുക്കിനി ഝാൻസിയിലെ മർമ്മപ്രധാനമായ ഇടത്തേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. സൂര്യതേജസ്സിനെ വരവേൽക്കുന്ന ഈ മാലാഖമാരാണ് ഝാൻസിയിലെ ഈ ദേവാലയത്തിന്റെ കാവൽക്കാർ. രാജകീയമായ പ്രൗഢി വിളിച്ചോതുന്ന അന്തരീക്ഷമാണ് ചുറ്റും. കെട്ടിലും മട്ടിലും എന്തോ ഒരു പ്രത്യേകത ആദ്യ ദർശനത്തിൽ തന്നെ അനുഭവവേദ്യമാകും. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ ദേവാലയമാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ആദ്യത്തെ സെയിൻറ്റ് ജൂഡ് ദേവാലയം. ഒരു മഹാകുടുംബത്തിൻ്റെ ത്യാഗപൂർണമായ സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ശിഷ്യത്വത്തിൻ്റെയും ഒരു കൂടാരം. അതിൻ്റെ പ്രഭാവം ഇന്നും കെടാതെ ഒളിമങ്ങാതെ ജ്വലിക്കുന്നു. ഈ നൂറ്റാണ്ടിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിനു മുന്നിൽ ഇത്ര സ്നേഹവാത്സല്യത്തോടെ മറ്റാരെയും ഇതിനു മുൻപ് അവതരിപ്പിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ മാതാവും വളർത്തച്ഛനായ യൗസേപ്പിതാവും കഴിഞ്ഞാൽ ഇന്നും സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്നേഹത്തിന് ഉടമ കൂടിയായ ഒരു വിശുദ്ധൻ. നാം ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നകന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ സ്വാംശീകരിച്ച് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ക്രിസ്തുവിൻ്റെ പ്രഭാവലയത്തിലൂടെ വിശുദ്ധ യൂദാ തദേവൂസിനെ വ്യക്തമായി നമുക്ക് ദർശിക്കാം. ക്രിസ്തുവിൻ്റെ സിദ്ധാന്തത്തെ മുറുകെ പിടിച്ച ശിഷ്യനായ യൂദാ തദേവൂസിൻ്റെ ജീവിത സ്മരണയിൽ ഇന്നും ആ സുവർണമായ ബാല്യകാലമുണ്ട്. ലോകരക്ഷകനായി പിറന്ന യേശു ക്രിസ്തുവിനോടൊപ്പമുള്ള കുട്ടിക്കാലം. കളിയും ചിരിയും കുസൃതിയും ഒക്കെ നിറഞ്ഞ ഓർമ്മകൾ. അങ്ങനെ ക്രിസ്തുവിൻ്റെ കളിത്തോഴനും ബന്ധുവുമായ വിശുദ്ധ യൂദാ തദേവൂസ് മറ്റു വിശുദ്ധരിൽ നിന്ന് ഏറെ വ്യത്യസ്തനാകുന്നു. ഈ ദേവാലയം നിർമ്മിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആദ്യത്തെ ബിഷപ്പാണ് ഫ്രാൻസിസ് ഫെനക് OFM ക്യാപ്പ്. ഇദ്ദേഹം ബിഷപ്പായത് 1954 1954 ഝാൻസി ഒരു രൂപതയായപ്പോൾ ആദ്യത്തെ ബിഷപ്പായിട്ട് നിയമിതനായ ഫ്രാൻസിസ് ഫെനക് ഈ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തൻ്റെ സകല കഴിവുകളും ഉപയോഗിക്കുകയും ധാരാളം രാജ്യങ്ങളിലും പ്രവർത്തിച്ചിരുന്ന ആളുകളോട് പരിചയപ്പെട്ടുകൊണ്ട് ഈ ദേവാലയം പൂർത്തീകരിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ ഭക്തി പടരുകയും ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകളും സഹായത്തിന് വേണ്ടിയിട്ട് ഓടിയെത്തുകയും
ഈ ദേവാലയം പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ ദേവാലയത്തിന്റെ അൾത്താര മുകളിൽ സ്ഥിതി ചെയ്യുമ്പോൾ താഴെ ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കുള്ള മുറികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ മാൾട്ട എന്ന കൊച്ചുദ്വീപിൽ ജനിച്ചു വളർന്ന ഭക്തനായ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് ഫെനക് എന്ന ഈ കപ്പൂച്ചിൻ വൈദികനാണത്രേ ഈ ഭക്തി ചരിത്ര പ്രാധാന്യം നിറഞ്ഞ റാണി ലക്ഷ്മിഭായിയുടെ നഗരത്തിൽ ആരംഭിച്ചത്. അനേകായിരം ഭക്തജനങ്ങൾ ജാതിമത ഭേദമന്യേ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി എത്തി അനുഗ്രഹം പ്രാപിച്ചു പോകുമ്പോൾ ഏവരും ഇതിനവസരമൊരുക്കിക്കൊടുത്ത ഫാദർ ഫെനക്കിന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ഈ കബറിടത്തിൽ വന്ന് കൃതജ്ഞതാപൂർവം പ്രാർത്ഥിക്കുന്നു. അശരണരും ആലംബഹീനരുമായ അനേകം ജനങ്ങൾ ഝാൻസിയിലെ ഈ ദേവാലയത്തിൽ അഭയം പ്രാപിക്കുന്നു. ഇവിടുത്തെ അന്തരീക്ഷത്തിൽ എപ്പോഴും മുഴങ്ങുന്ന പ്രാർത്ഥനയുടെയും വിശുദ്ധ കുർബാനയുടെയും ശബ്ദം ഈ പ്രദേശമാകെ പരിശുദ്ധമാക്കുന്നു. അത് അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള ഒരു ഉറപ്പുള്ള അടിത്തറയായി മാറുന്നു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ യൂദാ തദേവൂസിൻ്റെ ഭക്തി ഇവിടെ നിന്നാണ് എല്ലാ സ്ഥലങ്ങളിലും പടർന്നത്. ഭക്തജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ രൂപത്തിൻ്റെ മുമ്പിലാണ് നാം ഇപ്പോൾ. ഈ രൂപത്തിന് മുമ്പിൽ ധാരാളം ഭക്തജനങ്ങൾ വന്ന് തങ്ങളുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അരിഷ്ടതകളും ആവശ്യങ്ങളും സാധ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ധാരാളം ദൂരത്ത് നിന്ന് വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഈ ദേവാലയം. അനേകായിരം ഭക്തജനങ്ങൾ ജാതിമതഭേദമന്യേ ഈ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുകയും പ്രത്യേകിച്ച് ആഘോഷപൂർവമായ നൊവേന നടത്തപ്പെടുന്ന ഒക്ടോബർ മാസത്തിൽ ഇവിടം സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്നു. മിക്കവരും വിശുദ്ധന്റെ അടുത്തു വരുന്നത് ഒരു വട്ടം കാണുവാനായിട്ടും തങ്ങളുടെ അത്യാവശ്യം ഓർമ്മിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. രഹസ്യമായി തങ്ങളുടെ ദുഃഖദുരിതങ്ങൾ നിശബ്ദമായി ഏറ്റുപറയുന്നവരും വിശുദ്ധന്റെ സമീപത്തുണ്ടായിരുന്നു. അപ്പോൾ പോലും സ്നേഹവാനായ വിശുദ്ധ യൂദാ തദേവൂസ് തങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥത വഹിക്കുന്നുണ്ട് എന്ന ഒരു ഉറപ്പ് എല്ലാവരിലും പ്രകടമായിരുന്നു. ഇതിനിടയിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഒരു സ്ത്രീ വിശുദ്ധന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അവർ ആ ഫോൺ കാതിൽ നിന്നെടുത്തു നീട്ടി അത് യൂദാ തദേവൂസിന്റെ പാദാന്തികത്തിലേക്കാണ് സമർപ്പിച്ചത്. ആ സ്ത്രീയുടെ നിശബ്ദമായ തേങ്ങൽ അവർ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഫോണിൽ പ്രിയപ്പെട്ടവരാരോ തങ്ങളുടെ കഷ്ടതകൾ യൂദാ തദേവൂസിനോട് സംസാരിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. ഹൃദയഭേദകമായ ആ സന്ദേശം വിശുദ്ധ യൂദാ തദേവൂസ് തിരക്കിനിടയിലും തിരിച്ചറിയുന്നുണ്ടെന്ന പൂർണ്ണ വിശ്വാസത്തോടെയുള്ള കാത്തിരിപ്പ് ദൈവം കാണാതിരിക്കില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്റെ സന്തത സഹചാരിയായ മൊബൈൽ ഫോൺ ഭൂമിയുടെ റേഞ്ചിൽ നിന്ന് സ്വർഗത്തിന്റെ റേഞ്ചിലേക്ക് കടക്കുന്നത് ലോകത്തിലെ തന്നെ ആദ്യ സംഭവമായിരിക്കും. ഈ ദൃശ്യം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഉപകരിക്കട്ടെ. അതിനുശേഷം ആ സ്ത്രീ എരിയുന്ന മനസ്സുമായി തിരക്കിലെങ്ങോ മറഞ്ഞു. വിശുദ്ധ യൂദാ തദേവൂസ് തൻ്റെ കുടുംബത്തിൻ്റെ അസാധ്യകാര്യം സാധിച്ചു തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ. അതിനായി നമുക്കും പ്രാർത്ഥിക്കാം. ഞാനിവിടെ 5 വർഷം ആയി. 5 വർഷവും ഞാൻ സെൻറ്റ് ജൂഡിൻ്റെ അടുത്ത് പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ ആങ്ങളുടെ മൂത്ത മകൻ കല്യാണം കഴിച്ചിട്ട് പിള്ളേരൊന്നുമില്ലായിരുന്നു. 12 വർഷം കഴിഞ്ഞിട്ടും ഒരു കൊച്ചുമായില്ല. രണ്ടാമത്തെ മകൻ കല്യാണം കഴിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ അവന് കൊച്ചായി. അപ്പോൾ ഈ പയ്യന് വല്ലാത്ത സങ്കടമായിരുന്നു. ഞാൻ എല്ലാ വർഷവും നൊവേന പോയി സെൻറ്റ് ജൂഡിനോട് ഞാൻ നൊവേന എത്തിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം സെൻറ്റ് ജൂഡ് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും അവർക്ക് ഒരാൺകൊച്ചിനെ കൊടുക്കുകയും ചെയ്തു. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കെന്നല്ല, അവർക്ക് 2 പേർക്കും എൻ്റെ കുടുംബത്തിനെല്ലാവർക്കും വളരെ സന്തോഷമായി. അത് കഴിഞ്ഞ് ഞാൻ സെൻറ്റ് ജൂഡിന് ഒരു താങ്ക്സ് ഗിവിംഗ് മാസ് ഓഫർ ചെയ്യുകയും അത് ഞാൻ സെൻറ്റ് ജൂഡിൻ്റെ ബുക്കിൽ അച്ഛനെ കൊണ്ട് ഇടിപ്പിക്കുകയും ചെയ്തു. ഇന്നും അവർ
എന്നോട് അവർക്കുണ്ടായിരുന്ന സ്നേഹം മാത്രമല്ല, സെൻറ്റ് ജൂഡിനോട് അവരിന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം സെൻറ്റ് ജൂഡ് അത്രയും വലിയൊരു ഉപകാരം അവർക്ക് രണ്ടുപേർക്കും ചെയ്തു കൊടുത്തു. 12 വർഷത്തിനുള്ളിലുള്ള ഒരു അത്ഭുതമായിരുന്നു അത്. യൂദാ തദേവുസിന്റെ തിരുനാൾ ഒക്ടോബർ 28-ന് ലോകം മുഴുവൻ ആഘോഷിക്കുന്നു. ഝാൻസിയിലെ ഈ സെയിന്റ് ജൂഡ് ദേവാലയവും വിശുദ്ധന്റെ തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ജനകീയനായ വിശുദ്ധനാണ് വിശുദ്ധ യൂദാ തദേവൂസ്. ഈശോയെ ഒറ്റിക്കൊടുത്തവന്റെ പേരും യൂദ എന്നായിരുന്നതിനാൽ ഈശോയുടെ സന്തത സഹചാരിയായിരുന്ന ഈ വിശുദ്ധനെ ജനം അവഗണിച്ചിരുന്നു. നിരവധി നിന്ദാപമാനങ്ങൾ വിശുദ്ധന് തന്റെ നാമം മൂലം സഹിക്കേണ്ടി വന്നു. അതിന് പ്രതിഫലമെന്നോണം കർത്താവ് തന്റെ വത്സല ശിഷ്യന് മറ്റൊരു പേര് നൽകി, അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥൻ. നാനാജാതി മതസ്ഥർ ഇവിടേക്ക് വർഷം തോറും തീർത്ഥാടകരായി എത്തുന്നു. ഭാരതത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ഇവരിൽ ഭൂരിഭാഗം ആൾക്കാർ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരാണ്. ഒരാഴ്ച നീണ്ടുനിന്ന തിരുനാൾ ഒക്ടോബർ 28-ന് സമാപിക്കുമ്പോൾ ഇവിടെ നിന്ന് മടങ്ങുന്ന തീർത്ഥാടകർക്ക് ഒരു ബോധ്യമുണ്ട്. കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ തങ്ങൾക്കായി ചൊരിയപ്പെടാനായി തിരുസവിധത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു വിശുദ്ധനുണ്ടെന്ന ബോധ്യം. അനുഗ്രഹലബ്ധിയുടെ ഉപകാരസ്മരണയായി വരും വർഷങ്ങളിൽ ഈ ദേവാലയത്തിൽ വന്നണയാം എന്ന വാഗ്ദാനത്തോടെയാണ് ഇവർ തിരികെ പോകുന്നത്. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവൂസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന പ്രാർത്ഥനയോടെ. ഝാൻസി മിഷൻ. അഭിവന്യ ഫ്രാൻസിസ് സേവ്യർ ഫെനക് മരിച്ചതിന് ശേഷം ഝാൻസിയിൽ വന്ന പിതാവാണ് ബാപ്റ്റിസ്റ്റ് മുതാർത്ത പിതാവ്. ബാപ്റ്റിസ്റ്റ് മുതാർത്ത പിതാവ് 1976 വരെ ഇവിടെ ജോലിയെടുക്കുകയും 1967 അഭിവന്യ ഫ്രെഡറിക് ഡിസൂസ ഈ രൂപതയുടെ ഭരണം ഏറ്റെടുക്കുകയും 37 വർഷക്കാലം അതിനെ ഭരിക്കുകയും അതിൻ്റെ വികസനത്തിനും എല്ലാത്തര വളർച്ചയ്ക്കും കാരണഭൂതമായത് ഈ 37 വർഷമാണ്. ഈ 37 വർഷത്തിനിടയിൽ ധാരാളം മിഷൻ സ്റ്റേഷനുകൾ ഉണ്ടാക്കുകയും ആ മിഷൻ സ്റ്റേഷനിലൂടെ കത്തോലിക്ക തിരുസഭയുടെ വളർച്ചയ്ക്കും സേവനത്തിനും ദരിദ്രരായ ആളുകളുടെ ഉന്നതിക്കും വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുകയും ധാരാളം അച്ഛന്മാരെ പരിശീലനപ്പെടുത്തിക്കൊണ്ട് വൈദികരെ പഠിക്കാൻ അയക്കുകയും അവരിലൂടെ മിഷൻ പ്രവർത്തനം തുടരുകയും ചെയ്തു. ഝാൻസിയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരും സാധാരണക്കാരുമാണ്. അന്നു വേണ്ടുന്ന അന്നത്തിനായി കഷ്ടപ്പെടുന്ന വലിയൊരു ജനവിഭാഗം ഈ ബുന്ദേൽഖണ്ഡിൻ്റെ പല സ്ഥലങ്ങളിലായി ഉണ്ടെന്ന് ഝാൻസി മിഷന് ബോധ്യമുണ്ട്. മിഷണറി പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതൽ പ്രദേശങ്ങളിലേക്കും അർഹിക്കുന്നവർക്കും ലഭിക്കുവാനായി ഝാൻസി മിഷൻ ബിഷപ്പ് പീറ്റർ പറപ്പുള്ളിലിൻ്റെ നേതൃത്വത്തിൽ സ്തുത്യർഹമായ സേവനമാണ് നടത്തിപ്പോരുന്നത്. ഝാൻസി മിഷൻ.